നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിൽ നിർത്തിയ 2 മാസങ്ങൾ ഒടുവിൽ സൈനിക നീക്കം അവസാനിപ്പിക്കുകയാണ് അമേരിക്ക. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയോ? അമേരിക്കയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? ഇതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിച്ചതായി അമേരിക്ക വ്യക്തമാക്കുന്നു. ഫെബ്രുവരിയിൽ ആരംഭിച്ച എപ്പിക് ഫ്യൂറി എന്ന പേരിലെ സൈനിക നടപടിയാണ് അവസാനിപ്പിച്ചത്. ഹോർമൂസിലെ ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡവും അവസാനിപ്പിച്ചു. അതേസമയം ഹോർമൂസിൽ കപ്പൽ ഗതാഗതം പൂർണ്ണതോതിലാക്കാൻ അമേരിക്കൻ നടപടി തുടരും. ഇറാന്റെ ഭാഗത്തുനിന്ന് സൈനിക നടപടി ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. I think you're linking it. The operation is over. Epic Fury, as the President notified Congress, we're done with that stage of it. Okay, we're now on to this project of freedom. As far as a negotiation is concerned, I think the President's been clear that part of the negotiation process has to be not just the enrichment, but what happens to this material that's buried deep somewhere that they still have access to if they ever wanted to dig it out. That has to be addressed, and that's being addressed in the negotiation. I'm not going to go further on what progress has been made on that topic because I don't want to endanger the negotiations, but suffice it to say that the President and this entire team is aware of the centrality of that question, and that will have to be addressed one way or the other. അതിനിടെ US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി. ഖത്തറിന് മുകളിൽ വെച്ചാണ് സിഗ്നലുകൾ നഷ്ടമായത്. UAE-ലെ അൽദഫ്ര വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. വിവരങ്ങളുമായി BB വിനോദ് ചേർന്ന് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, കഴിഞ്ഞ 2-3 ആഴ്ചയിലധികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വളരെ ശാന്തമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ വീണ്ടും ഇറാന്റെ ഭാഗത്ത്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു, ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ അതിനിടെയാണ് ഈ രീതിയിൽ ഈ സൈനിക നീക്കം അവസാനിപ്പിച്ചതായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിച്ചെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും രീതിയിലുള്ളൊരു കരാറ് അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ അതൊരു യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനമായി മാറിയിരിക്കുന്നു. ഇറാന് നേർക്ക് നടത്തിയിരുന്ന എല്ലാ സൈനിക നടപടികളും അവസാനിപ്പിക്കുന്നുവെന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പിക് ഫ്യൂറി എന്ന പേരിലാണ് നേരത്തെ ഫെബ്രുവരിയിൽ ഇങ്ങനൊരു സൈനിക നടപടി ആരംഭിച്ചത്. അത് പ്രധാനമായും ഇറാൻ മറ്റ് സംഘടനകൾക്ക്, അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സംഘടനകൾക്ക് പണം നൽകുന്നു എന്നതിൻ്റെ പേരിൽ ആക്രമണം തുടങ്ങിയ ഒരു നടപടിയാണ്. പിന്നീട് അത് ഹോർമൂസുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് മാറി. ഹോർമൂസിൽ കപ്പലുകൾ തടഞ്ഞതോടെ പുതിയൊരു പ്രോജക്റ്റുമായി അമേരിക്ക രംഗത്ത് വന്നു. പ്രോജക്റ്റ് ഫ്രീഡം എന്നായിരുന്നു അതിൻ്റെ പേര്. അതും മറ്റൊരു സൈനിക നടപടിയായിരുന്നു. ഇങ്ങനെ 2 സൈനിക നടപടികളാണ് ഇറാന് നേർക്ക് അമേരിക്ക പ്രയോഗിച്ചത്. ഈ 2 സൈനിക നടപടികളും പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എല്ലാ നടപടികളും അവസാനിപ്പിക്കുന്നുവെന്ന്. പക്ഷേ ഇറാൻ ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അവർ ഇതിനോട് സഹകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഹോർമൂസിൽ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക വീണ്ടും പറയുന്നു. അവിടെയാണ് ചില അവ്യക്തതകൾ അവശേഷിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും അമേരിക്കയുടെ നടപടികൾ തുടരുക എന്നതിൽ സംശയമുണ്ട്. ഇറാനാകട്ടെ അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും തങ്ങളുടെ അനുമതി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. ഇസ്ലാമാബാദിൽ നടന്ന 2 ചർച്ചകൾ, ആ 2 ചർച്ചകൾ നടന്നെങ്കിലും ഒത്തുതീർപ്പ് വിദൂരതയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇതുവരെയും അങ്ങനെ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് എത്താൻ ഇരു രാഷ്ട്രങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, 14 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹോർമൂസിൽ അവർക്ക് പരമാവധി അല്ലെങ്കിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം, നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന കാര്യം. അവിടെ ഇറാൻ ചുങ്കപ്പിരിവ് ഈ യുദ്ധത്തിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമെന്ന ആവശ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല ഹോർമൂസിൽ പരിപൂർണമായ സ്വാതന്ത്ര്യം ഇറാന് നൽകുന്നതിലും അമേരിക്ക കടുംപിടുത്തം പിടിക്കുകയാണ്. അങ്ങനെ കഴിയില്ല എന്നൊരു നിലപാടിലാണ് അമേരിക്ക നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ വലിയ തോതിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പാകിസ്ഥാനിലുള്ള ചർച്ചയ്ക്ക് പുറമെ റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും അടക്കമുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിലായി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് UAE-യിൽ 2 തവണയായി, ഇന്നലെയും മിനിഞ്ഞാന്നുമായി. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടലുകൾ, ഒരു മധ്യസ്ഥ ചർച്ചകളാണോ ഈ സൈനിക
നീക്കം അവസാനിപ്പിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്? അതോ അങ്ങനെ പെട്ടെന്നൊന്നും കീഴടങ്ങില്ലെന്ന് ഇറാൻ പറയുന്നു? അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെ, അമേരിക്കയും അടുപ്പമുള്ള രാഷ്ട്രങ്ങളെയെല്ലാം പശ്ചിമേഷ്യയിലെ മറ്റു പല രാഷ്ട്രങ്ങൾക്കും മേലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ അതിൻ്റെ മുന്നറിയിപ്പായിരുന്നു. മറ്റ് രാജ്യങ്ങളെയും ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ അമേരിക്ക ഒടുവിൽ പരാജയ ഭീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ, ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ സാധ്യതയില്ലേ? വീണ്ടും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധത്തിനുള്ളൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടായാൽ വീണ്ടും കാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യതയുണ്ടോ വിനോദ്? ടോം, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് അമേരിക്ക സത്യസന്ധമായി സുതാര്യമായി ചെയ്യുന്ന ഒരു നടപടിയാണെങ്കിൽ അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, അമേരിക്കയിൽ ഹിതപരിശോധന വരികയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതിന് എതിർപ്പുണ്ട്. അതായത് ട്രംപിൻ്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ യുദ്ധം വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു ജനരോഷമുണ്ടാകാനുള്ള സാധ്യത ട്രംപ് മുന്നിൽ കാണുന്നു. മറ്റൊന്ന്, 60 ദിവസം മാത്രമാണ് പ്രസിഡന്റിന് സ്വന്തം അധികാരപ്രകാരം ഇങ്ങനെ യുദ്ധവുമായി മുന്നോട്ട് പോകുവാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ US കോൺഗ്രസിൻ്റെ അനുമതി തേടേണ്ടതുണ്ട്. അങ്ങനെ ഒരു അനുമതി തേടുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം വേണ്ടിവരും. മറ്റൊന്ന്, ഈ ആയുധത്തിൻ്റെ വിന്യാസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗൾഫിലെ രാജ്യങ്ങളുമായി, കുവൈറ്റും ഖത്തറും UAE അടക്കമുള്ള രാജ്യങ്ങളുമായി അമേരിക്ക പുതിയ സൈനിക കരാറിൽ ഒപ്പുവെച്ചത്. ഏതാണ്ട് $8 ബില്യൺ കരാറാണ് ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. അങ്ങനെ ആയുധങ്ങൾ കൂടുതലായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുക, അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഇറാനെതിരെ നിലകൊള്ളുന്ന രാജ്യങ്ങളിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്താനുള്ള സാധ്യത. മറ്റൊന്ന്, ഏതാണ്ട് 6000 ടൺ ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുകയാണ്. ഇത് അമേരിക്കയുടെ തന്നെ സ്വന്തം ബജറ്റിൽ നിന്നാണ് ഈ ആയുധങ്ങൾ നൽകുന്നത്. അത് പണമായല്ല നൽകുന്നത്. എല്ലാ കാലവും അമേരിക്ക ആയുധങ്ങളാണ് ഇസ്രായേലിന് നൽകുന്നത്. അങ്ങനെ ഈ ആയുധം ഇസ്രായേലിന് നൽകുന്നു. ഇതിൻ്റെ ഒരു സമയം, ആ ആയുധവിന്യാസത്തിനുള്ള സമയം അല്ലെങ്കിൽ കൂടുതൽ പടയൊരുക്കാനുള്ള സമയമാണോ എന്ന സംശയമൊക്കെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ള ഉപാധികളിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായിരുന്നാലും ഈ യുദ്ധം നിർത്തുന്നു എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ വിപണിയുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലനമുണ്ട്. ക്രൂഡ് വില ഗണ്യമായി കുറയുന്നുണ്ട്. ഇപ്പോൾ ബാരലിന് $100 താഴെ എന്ന നിലയ്ക്ക് ക്രൂഡിൻ്റെ വില മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിനും ഗുണകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേരളത്തിലെ കാര്യം കൂടി പരിശോധിക്കണം. ഹോട്ടലുകൾ അടച്ചിട്ടുള്ള സമരമാണ്. ഒറ്റയടിക്കാണ് ഏതാണ്ട് 1000 രൂപയ്ക്കടുത്ത് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയത്. പെട്രോളിനും ഡീസലിനും ഏത് നിമിഷവും വില കൂടാമെന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചു എന്നത് വളരെ പ്രത്യാശയോടെ കാണേണ്ട കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫുജൈറയിലുണ്ടായ ഇറാൻ്റെ ആക്രമണം, അവിടെ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആളുകൾ ധാരാളമായി കഴിയുന്ന സ്ഥലത്ത് യുദ്ധം ഒഴിവാകുന്നു എന്നത് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ്, പ്രത്യാശയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ടോം, തീർച്ചയായും അങ്ങനെ ആശങ്ക പൂർണ്ണമായി ഒഴിയുന്നു എന്ന് തന്നെ കരുതാൻ കഴിയുമോ വിനോദ്? നമുക്കറിയാം, ഏറ്റവും അധികം മലയാളികൾ ആശങ്കപ്പെട്ടത് നിരവധി ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും നിരവധി പ്രവാസികൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇവിടെയുള്ള നാട്ടിലുള്ളവരുടെ ബന്ധുക്കളൊക്കെ വലിയ ആശങ്കയോടെയായിരുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധം തുടങ്ങിയത് മുതൽ എന്തും സംഭവിക്കാമെന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല, അതോടൊപ്പം വിനോദ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള വിലക്കയറ്റം, ഈ പാചകവാതക വിലവർദ്ധനവ്, ഇന്ധനവില എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിൽ കുതിക്കാമെന്നൊരാശങ്ക, മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം, ഈ രീതിയിലുള്ളൊരു ആശങ്കകൾക്ക് ഇടയാണ് ഇത്തരം യുദ്ധം അവസാനിപ്പിക്കാൻ, സൈനിക നീക്കം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കം. സ്വാഭാവികമായും ഇത് വിപണിയടക്കം പ്രതിഫലിക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ രീതിയിൽ ഈ ഷെയർ മാർക്കറ്റുകളുടെയൊക്കെ ഒരു ഇടിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രൂപയുടെ തകർച്ച, അങ്ങനെ ഇതൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നൊരു പശ്ചാത്തലത്തിൽ വീണ്ടും ആ പഴയ രീതിയിലേക്ക് വിലക്കയറ്റമൊക്കെ പിടിച്ചു നിർത്താനും അതോടൊപ്പം ഇന്ധനവില വർധനവ് എന്നൊരു തീരുമാനമൊക്കെ പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ?
ടോം, കഴിഞ്ഞ ദിവസവും ഇന്ത്യയുടെ ഒരു എണ്ണ കപ്പൽ ഹോർമൂസ് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കപ്പലുകൾ ഹോർമൂസിൽ തടഞ്ഞിട്ടിരിക്കുന്ന നിലയുണ്ട്. ഏതാണ്ട് 30ഓളം കപ്പലുകളാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടേതായി അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും 10-ൽ താഴെ കപ്പലുകൾ അവിടെ നിന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്താനുണ്ട്. പല കപ്പലുകളും ആഴ്ചകളായി അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ആദ്യഘട്ടങ്ങളിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇറാൻ്റെയോ തടസ്സമുണ്ടായിരുന്നില്ല. ഇന്ത്യ, രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും ഇന്ത്യ സുഹൃത്ത് രാജ്യമാണ്. അങ്ങനെ കപ്പലുകൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇടയ്ക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇറാനുമായി സംസാരിക്കുകയും പിന്നീട് മറ്റ് ചില കപ്പലുകൾ കൂടി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ഒരു ആശ്വാസം എന്ന് പറയാൻ കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ വളരെയധികം ആളുകൾ മലയാളികളായി താമസിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗൾഫ് നാടുകളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള, ജോലി തേടി പോയിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്കറിയാവുന്നതാണ്. അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷിതത്വം ഉണ്ടാകുന്നു എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മാർച്ചിൽ ആദ്യം ഈ പ്രശ്നമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി ഈ പ്രശ്നമുണ്ടാകുന്ന സമയമുണ്ട്. ആദ്യം സമാധാന ചർച്ച എന്ന നിലയ്ക്ക് ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ ഒമാൻ വാർത്താക്കുറിപ്പിറക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, തർക്കം തീർന്നു എന്ന നിലയ്ക്ക് വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെയാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നതും ഖമേനി അടക്കം 12 പേർ കൊല്ലപ്പെടുന്നതും. അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. അത് പ്രഖ്യാപനം വന്ന ശേഷവും വീണ്ടും ഇറാനിലേക്ക് തുടരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്കും യമനിലേക്കും ആക്രമണം ഉണ്ടാകുന്നു. തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇതെല്ലാം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ദിനം പ്രതി ഈ നിലപാടുകൾ മാറ്റുന്ന നിലയിലേക്ക് ട്രംപ് പോകുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇറാനാകട്ടെ ഒരു ഘട്ടത്തിൽ പോലും അമേരിക്കയുടെ വാക്കുകളെ മുഖവിലക്കെടുക്കുകയോ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഈ ഏറ്റുമുട്ടൽ അനുസ്യൂതം തുടരുകയായിരുന്നു. ചില ഇടവേളകൾ ഉണ്ടായി എന്നത് ഒഴിച്ചാൽ ഈ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. എന്നാൽ കടുത്ത ആക്രമണത്തിലേക്ക് കടന്നിരുന്നില്ല. അത് മറ്റ് രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്. കാരണം ഈ ഇന്ധന ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായാൽ അത് ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല എന്ന കാര്യം ഏവരും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു പോകാത്തത്. അമേരിക്കയുടെ ആദ്യത്തെ ആവശ്യങ്ങളിലൊന്ന് ഇറാൻ ആണവശക്തിയാകാൻ പാടില്ല എന്നതായിരുന്നു. അവിടെ റഷ്യയുടെ ഇടപെടലുണ്ടായി. സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ എടുത്തുകൊള്ളാം, തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്നൊരു വാഗ്ദാനം റഷ്യ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇറാൻ അതിന് സന്നദ്ധമാകുന്നില്ല. മധ്യസ്ഥ ചർച്ചയ്ക്ക് പിന്നെയും റഷ്യ ശ്രമിക്കുമ്പോൾ അമേരിക്ക അതിനോട് താല്പര്യം കാണിച്ചില്ല. അങ്ങനെ പലപ്പോഴും ഈ മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ പൊടുന്നനെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇറാന് നേരെയുള്ള മുഴുവൻ സൈനിക നടപടികളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇതിൽ സമവായത്തിൻ്റെ പാതയിൽ എത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നത് തന്നെയാണ് ലോക സമാധാനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം. വ്യക്തമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് VB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശ്വാസത്തിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനെതിരായിട്ടുള്ള എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കാനുണ്ട്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട, അതിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഏതെങ്കിലും രീതിയിൽ തർക്കമുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ വീണ്ടും സ്ഥിതി പഴയ രീതിയിലേക്ക് പോകാം. പക്ഷേ അതിനിടെ പല രീതിയിലുള്ള സമവായ ചർച്ചകൾ, പല മധ്യസ്ഥ ചർച്ചകളുമായി മറ്റു പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളുടെ പോക്ക്. ഇനി സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്ന ഇടുക്കിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസാണ്. വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി ശങ്കരപാണ്ടിമെട്ടിൽ ജഗൻമോഹന്റെ ഭാര്യ ശാന്തിയാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കേസിൽ ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടമ്മ ഈ ശാന്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ 4-നാണ് ജഗൻമോഹൻ ഭാര്യ ശാന്തിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
അതായത് ഈ ശാന്തി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണൻ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ വീട്ടിലേക്ക് എത്തിയത് ആണി വാങ്ങാൻ എന്ന രീതിയിൽ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്ത് ശാന്തി ജഗൻമോഹനെ വിളിച്ച് ഈ രാമകൃഷ്ണൻ വീട്ടിലെത്തി കാര്യം പറയുകയും ചെയ്തു. ഒപ്പം ആണി കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ജഗൻമോഹൻ പറഞ്ഞു താൻ വരുമ്പോൾ ഈ ആണി ആവശ്യപ്പെട്ട സാധനം എടുത്തു നൽകാമെന്നൊക്കെ പറയുകയായിരുന്നു. എന്നാൽ പിന്നീട് ജഗൻമോഹൻ അല്പസമയത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ മരിച്ച നിലയിൽ അല്ലെങ്കിൽ വീട്ടു തറയിൽ വീണ് കിടക്കുന്ന നിലയിൽ ശാന്തിയെ കണ്ടെത്തുകയായിരുന്നു. ഒപ്പം രാമകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം തിരക്കിയപ്പോൾ തനിക്ക് ചായ എടുത്തു വരുന്നതിനിടെ ചായ എടുത്തതിനായി ശാന്തി എത്തുകയും തുടർന്ന് ചായ തന്ന ശേഷം ഇവർ കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് അറിയിച്ചത്. തുടർന്ന് ഇരുവരും ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് എന്നാൽ ശാന്തി കുഴഞ്ഞു വീണ് മരിച്ചതല്ല, പകരം ഇവരുടെ കഴുത്തിൽ കുരുക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ കഴുത്തിൽ ശ്വാസം മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാകുന്നത്. ശാന്തിയെ രാമകൃഷ്ണൻ കൊലപ്പെടുത്തുകയാണെന്നാണ് മനസ്സിലാകുന്നത്. തോർത്തോ അതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇവരുടെ കഴുത്തിൽ മുറുക്കി അവരെ കൊലപ്പെടുത്തുകയാണെന്നാണ് കരുതുന്നത്. എന്തായാലും രാമകൃഷ്ണൻ ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജഗൻമോഹന്റെ സഹോദരി ഭർത്താവാണ് രാമകൃഷ്ണൻ. ഇയാൾ മറ്റെന്തൊക്കെയോ കുടുംബപരമായ പ്രശ്നങ്ങളൊപ്പം ഇവരുടെ സ്വഭാവ ദൂഷ്യമുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാമകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. ജഗൻമോഹൻ ഇല്ലാത്തൊരു സമയത്താണ് ഇയാൾ എത്തുകയും ഇത്തരത്തിൽ കൃത്യം നിർവഹിക്കുകയും ചെയ്തത്. ഒപ്പം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നാണ് ശാന്തിയുടെ ഭർത്താവിനോട് രാമകൃഷ്ണൻ അറിയിക്കുകയും ചെയ്തത്. ടോം, അങ്ങനെ ഒരു സംശയം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രാമകൃഷ്ണനെ കേന്ദ്രീകരിച്ച് സംശയം പോലീസിനോ ബന്ധുക്കൾക്കോ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് അത് രാമകൃഷ്ണനാണ് കൊലപാതകം നടത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്? അതായത് ടോം, അന്നേ ദിവസം സംഭവം നടക്കുന്ന ദിവസം രാമകൃഷ്ണൻ വീട്ടിലേക്ക് എത്തിയത് കൃത്യമായി ജഗൻമോഹനെ ഭാര്യ ശാന്തി വിളിച്ചറിയിച്ചിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി വസ്തുക്കൾ ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് എത്തി വിവരം അറിയിച്ചിരുന്നു. ആ വസ്തുക്കൾ ഇല്ല എന്ന് അറിയിക്കുകയും അതേ തുടർന്ന് താൻ എത്തുമ്പോൾ എടുത്തു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ രാമകൃഷ്ണനെ ജഗൻമോഹൻ വീട്ടിലില്ലായിരുന്നു. ജഗൻമോഹൻ വീട്ടിലേക്ക് എത്തുമ്പോൾ രാമകൃഷ്ണൻ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അധികം താമസിക്കാതെ തന്നെ ജഗൻമോഹൻ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശാന്തിയെ കണ്ടെത്തിയത്. എന്നാൽ ഈ സംഭവത്തിൽ വീട്ടുകാർക്ക് അപ്പോൾ അസ്വാഭാവികമായ ഒന്നും മനസ്സിലാക്കാൻ തോന്നിയില്ല. ഉടൻ തന്നെ ഇരുവരും ചേർന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസിന്റെ സാഹചര്യത്തിന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സംശയങ്ങളാണ് ഇത്തരത്തിൽ കേസിലേക്ക് വിവരം എത്തുകയും അത് പ്രതിയിലേക്ക് സൂചന നൽകുകയും ചെയ്തത്. ഉടൻ തന്നെ രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നുള്ള നീക്കമൊക്കെ ശാന്തൻപോറ പോലീസ് നടത്തുന്നു. എന്തായാലും ഈ സംഭവത്തിൽ കഴുത്തിൽ കുരുക്കി ഉണ്ടാക്കി അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ സാധിച്ചു. ഒപ്പം രാമകൃഷ്ണൻ ഈ വിധത്തിൽ കുറ്റസമ്മതം നടത്തിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുടുംബപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എങ്കിൽ അല്ലാതെ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കും. കൃത്യമായും ജഗൻമോഹൻ, അതായത് ശാന്തിയുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്താണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത്. ആ വിവരം ശാന്തി സ്വന്തം ഭർത്താവിനെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു കൃത്യം നടക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് മറ്റ് ദുരൂഹതകളുണ്ടോ, മറ്റെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുള്ളോ എന്ന അടക്കമുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. രാമകൃഷ്ണനെ ഇപ്പോൾ തീർച്ചയായും ഈ കൊലപാതകത്തില് ഈ രാമകൃഷ്ണൻ മാത്രമാണോ പങ്ക്, അതോ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ പ്രിൻസ്? ടോം, തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ ബന്ധങ്ങളുണ്ടോ, മറ്റുള്ള ആരെങ്കിലും ബന്ധമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശാന്തിക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കൃത്യം നടത്താൻ ഇടയാക്കിയതെന്ന ഒരു മൊഴി രാമകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ബന്ധങ്ങളുണ്ടോ, അതായത് കൃത്യമായി ഇയാൾ ഭർത്താവില്ലാത്ത സമയത്ത് ഇയാൾ വീട്ടിലേക്ക് വരുന്നു, തുടർന്ന് ഭർത്താവിനെ ശാന്തി വിവരം അറിയിക്കുന്നു, തുടർന്ന് ഉടൻ തന്നെ അധികം താമസിയാതെ തന്നെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നു. കുഴഞ്ഞു വീണ് നടക്കുന്ന അവസ്ഥയിലുണ്ടായ ഭാര്യ ഇരുവരും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഈ സംഭവത്തിലുണ്ട്. മറ്റാർക്കെങ്കിലും കൃത്യമായൊരു ബന്ധമുണ്ടോ, ഇടപെടലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേട്ടോ, യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലാണ് വീട്ടമ്മയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പാലക്കാട് പട്ടാമ്പിയിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി കോളേജ് സ്ട്രീറ്റ് സ്വദേശി സുബൈറിനെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രി മുതുതല
കോഴിക്കോട്ടെ ഭാഗത്ത് വെച്ച് പട്ടാമ്പി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രതിയുടെ പക്കൽ നിന്ന് കവറിലായി സൂക്ഷിച്ചിരുന്ന 9 ഗ്രാമോളം MDMA കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി എം വിഷ്ണു ചേരുന്നു പട്ടാമ്പിയിൽ നിന്ന്. വിഷ്ണു, ഈ സുബൈർ സ്ഥിരമായി ഇങ്ങനെ ലഹരി വിൽപ്പന നടത്തിയിരുന്ന വ്യക്തിയാണോ? എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോം, ഈ പട്ടാമ്പിയിൽ MDMA വിൽപ്പനയ്ക്കിടെ MDMA കൈവശം വെച്ചതിന് പിടിക്കപ്പെട്ട പട്ടാമ്പി കോളേജിനടുത്ത് താമസിക്കുന്ന സുബൈറിനെ ഇന്നലെ രാത്രിയാണ് പട്ടാമ്പി പോലീസ് പെട്രോളിങ്ങിനിടെ മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്ടെ ഭാഗത്ത് ആളൊഴിഞ്ഞ പ്രദേശത്ത് നിൽക്കുന്നതുകൊണ്ട് സംശയിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ കയ്യിൽ നിന്നും MDMA കണ്ടെത്തിയത്. തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾ മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് ഉൾപ്പെടെ MDMA ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. MDMA ഇവിടുന്ന് കിട്ടി, എത്ര കാലമായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്, ബിസിനസ് മറ്റ് കണ്ണികളുണ്ടോ, ഇതിന്റെ വിൽപ്പന കാര്യങ്ങളൊക്കെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിയുടെ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കും പ്രതിയെ. ടോം. യെസ്, അങ്ങനെ ഇതിനു മുൻപ് ഏതെങ്കിലും ലഹരി കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ സുബൈർ? ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? കാരണം ഒരു ഈ പട്ടാമ്പി കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയുടെ ഒരു ഭാഗമാണോ ഈ പിടിയിലായ യുവാവ്? തീർച്ചയായും പോലീസും പറയുന്ന അങ്ങനെ തന്നെയാണ്. മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലും MDMA വിൽപ്പന നടത്തിയ കേസിലുമൊക്കെ സുബൈർ പിടിയിലായിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇയാൾ MDMA കേസുകളിൽ അല്ലെങ്കിൽ മറ്റ് ലഹരി കേസുകളിൽ പിടിപെടുന്നതിനാൽ ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ഇതിന്റെ കണ്ണികൾ ആരൊക്കെയാണെന്നുള്ള അന്വേഷണമൊക്കെ പോലീസ് നടത്തി വരുന്നുണ്ട്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പിടികൂടിയ ഇയാളെ ഇന്ന് രാവിലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് ഈ ബിസിനസ് കാര്യങ്ങൾ, കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ കഞ്ചാവ് കൈമാറ്റം കാര്യങ്ങൾ എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ചോദ്യം ചെയ്യൽ ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. യെസ്, വിശദമായി അന്വേഷിക്കുകയാണ്. ഈ MDMA കേസിൽ സുബൈറിന് എത്രത്തോളം പങ്കുണ്ട്, സുബൈറിൻ്റെ കൂടെ കൂടുതൽ ആളുകൾക്ക് ഈ ലഹരി മാഫിയയുടെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ വിഷ്ണു, എവിടെ നിന്നാണ് ഈ MDMA ഈ സുബൈർ പട്ടാമ്പിയിലേക്ക് എത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതി വ്യക്തമാക്കുന്ന കാര്യം? തീർച്ചയായും പോലീസ് ആദ്യം അന്വേഷിച്ചു പറഞ്ഞ അതാണ്, എങ്ങനെ ഇയാളുടെ സുബൈറിന്റെ കയ്യിൽ എങ്ങനെ MDMA എത്തി, അല്ലെ മുൻ കേസുകളിലൊക്കെ ഈ കഞ്ചാവ് പോലുള്ള ലഹരി മരുന്നുകൾ എങ്ങനെ എത്തിയുള്ള ചോദ്യത്തിലാണ് രാവിലെ നടന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ സോഴ്സ്, ഈ ഉറവിടം, MDMA എത്തുള്ള ഉറവിടത്തെ കുറിച്ചൊക്കെ സുബൈർ പോലീസിന് പറഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ ഉറവിടത്തെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. അതിന് കാരണം ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ ഈ കണ്ണികൾ അല്ലെങ്കിൽ ഇതിന്റെ കൂടെയുള്ള ആളുകൾ രക്ഷപ്പെടുമോ എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പോലീസ് ആ വിവരങ്ങൾ പുറത്തുവിടാത്തത്. എന്തുതന്നെയും പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യാപകമായി മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായും ഷൊർണൂരിൽ ട്രെയിനിലൂടെയാണ്, ഉത്തരേന്ത്യയിൽ നിന്നുമൊക്കെ ട്രെയിനിലൂടെയാണ് ഈ കഞ്ചാവും MDMA ഒക്കെ ഷൊർണൂരിലേക്ക് എത്തുന്നത്. ദൈനംദിനം നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത്. പലപ്പോഴും ഇത് ഉറവിടം കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് ഇത് കേസ് അന്വേഷണം അവസാനിക്കുന്നത്. ട്രെയിനിൽ പലപ്പോഴും കഞ്ചാവും MDMA ഒക്കെ കണ്ടെത്തുന്നുണ്ട് ട്രെയിനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ. എന്നാൽ പ്രതികളെ പിടിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഈ കഞ്ചാവോ MDMA പോലുള്ള മയക്കുമരുന്നുകളൊക്കെ വയ്ക്കുകയും തുടർന്ന് ഇവർ ഫോണിലൂടെ ബന്ധപ്പെടുകയും ഒക്കെയാണ് ചെയ്യുന്നത് കൈമാറ്റത്തിനായിട്ട്. നേരിട്ടുള്ളൊരു കൈമാറ്റം നടക്കുന്നില്ല ഈ മയക്കുമരുന്ന് കേസുകളിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഉറവിടം അല്ലെങ്കിൽ പ്രധാന പ്രതികളെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളത്. എന്തായാലും ഈ കേസിൽ സുബൈറിന്റെ ഭാഗത്തുനിന്നും ഈ MDMA എവിടുന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ടോം. യെസ്, വ്യക്തമാണ്. പട്ടാമ്പിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പട്ടാമ്പി സ്വദേശി സുബൈർ വലിയൊരു ലഹരി മാഫിയയുടെ കണ്ണിയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാളുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് എവിടെ നിന്നാണ് ലഹരി എത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്.
ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജിയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ്. സജിയുടെ അച്ഛൻ്റെ തിരോധാനം, ഇതോടൊപ്പം മറ്റൊരു വിവരങ്ങൾ കൂടി, ചില സൂചനകൾ കൂടി പുറത്തു വരുന്നു. സജി മുൻപ് ബന്ധുവായ 2 യുവതികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജിയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഇരട്ട കൊലപാതകത്തിന് ശേഷമാണ് മറ്റു പല കഥകളും മറ്റും ചില വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നത്. അതായത് ഈ സജിയുടെ പിതാവിൻ്റെ തിരോധാനം, ഇതോടൊപ്പം ഇവരുടെ ബന്ധുവായ 2 യുവതികളെ സജി ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകളും. നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ സജിയെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ മേരിക്കുട്ടിയെയും മകൻ റജിയെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന പ്രതി സജിയെ 4 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും 2018 സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായതിന് പിന്നിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം 2 സ്ത്രീകളെ സജി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായും പോലീസിന് സൂചനകൾ ലഭിച്ചു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, ആകെ ദുരൂഹതകൾ നിറഞ്ഞ സജിയുടെ ജീവിതം. അതായത് വർഷങ്ങൾക്ക് മുൻപ് 2 യുവതികളെ, ഇവരുടെ ബന്ധുവായ 2 യുവതികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. അന്ന് ആ കേസിൽ മറ്റൊരു സജിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പക്ഷെ പിന്നീട് ആ സജിക്ക് ഇതിൽ പങ്കില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ അവിടെയും പ്രതി ആരാണെന്ന ചോദ്യം ബാക്കിയായിരുന്നു. അതോടൊപ്പം 2018 ഈ സജിയുടെ പിതാവ് മാത്യുവിൻ്റെ തിരോധാനം. പക്ഷെ അന്നൊന്നും ഇത്തരമൊരു കൃത്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ സജിയെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ ഓരോ കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ, ഈ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? പ്രിൻസ്. ടോം, ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സജിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും ഇരട്ട കൊലപാതകത്തിന് ശേഷമാണ് ഈ വീട്ടുമായി ബന്ധപ്പെട്ട് നടന്ന വിവിധ കാര്യങ്ങളെ കുറിച്ചുള്ള ദുരൂഹതകളും ആരോപണങ്ങളും നാട്ടുകാരുടെ സംശയങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 4 ഇത്തരത്തിൽ ഇരട്ട കൊലപാതകങ്ങൾ, അമ്മയെയും സഹോദരനെയും സജി കൊലപ്പെടുത്തുന്നത്. പിന്നീട് ദിവസങ്ങളോളം ഈ വിവരം പുറലോകം അറിഞ്ഞില്ല. 2 ദിവസം ഇയാൾ മൃതദേഹങ്ങൾ ഗ്രീനെറ്റിൽ പൊതിഞ്ഞ് വീടിനുള്ളിൽ സൂക്ഷിച്ചു. അതിനുശേഷമാണ് വീടിന് സമീപം കുഴിയെടുത്ത് മറവ് ചെയ്തത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം റജിയെ കാണാതെ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും തുടർന്ന് നടന്ന ഒരു അന്വേഷണത്തിലാണ് ഈ സജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഒളിവിൽ പോയ സജിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഈ വിഷയമായി, ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ്. അതായത് സജി കുഴി എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന മൺവെട്ടി അടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം സജിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. സജി മൊബൈൽ ഫോൺ ഈ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് മലമുകൾ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം മറ്റ് കേസുകൾ സംബന്ധിച്ചും, അതായത് സജിയുടെ പിതാവ് 2018 ഇവിടെ നിന്ന് നാട് വിട്ടുപോയതായാണ് ഉള്ള പരാതിയുള്ളത്. അതായത് 2018 ഇയാൾ ഇവിടുന്ന് സഹോദരി ഇയാളുടെ ഇളയ മകളെ കാണുന്നതിന് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി കട്ടപ്പന വെള്ളയാങ്കുടിയിലേക്ക് പോവുകയായിരുന്നു എന്ന് വിളിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ഇയാൾ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടില്ല. തുടർന്ന് റജി, അതായത് മൂത്ത മകൻ, പരാതി നൽകിയിരുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു തെളിവ് ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. നെടുങ്കണ്ടത്ത് നിന്ന് ഇയാൾ ബസ്സിൽ കയറിപ്പോയി എന്നൊക്കെ സൂചനയൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിന് ആനുപാതികമായ തെളിവ് ശേഖരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഈ കേസ് അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും ഒന്നും ഉണ്ടാകാതെ വന്നതും ഈ കേസിന്റെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുന്നതിന് കാരണമായി. എന്തായാലും ഇരട്ട കൊലപാതകത്തെ തുടർന്ന് ഈ വിഷയത്തിലും സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവരുടെ ബന്ധുവായ 2 സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് തുടങ്ങിയുള്ള ആരോപണങ്ങളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു കേസിൽ മുൻപ് വേറൊരു സജിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. എന്നാലും ആ കേസും കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സജിയിലേക്ക് എത്താതെ തന്നെ
കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്താതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ ആവശ്യമായ തെളിവുകൾ ലഭിക്കുന്ന പക്ഷം മറ്റൊരു കേസായി ഇത് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഈ പിതാവ് മാത്യുവിന് എന്താണ് സംഭവിച്ചതെന്ന് കൂടി അറിയണ്ടേ? 2018 മാത്യുവിനെ കാണാതാകുന്നത്, അതായത് 8 വർഷം മുൻപ്. സ്വാഭാവികമായത് സജിക്ക് അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, സജിക്ക് അതിൽ പങ്കുണ്ടായിരിക്കാം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും സൂചനകൾ ഇയാൾ നൽകുന്നുണ്ടോ? പോലീസ് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ടോം, 2018 മാത്യുവിനെ കാണാതാവുന്നത്. നിലവിൽ ഇയാളുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് സജിക്ക് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം കൈമാറിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും സജിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരും പോലീസും കരുതുന്നതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ സജിയുമായിട്ട് സഹോദരന്റെയും അമ്മയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടും ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതായത് ഈ റെജി പലപ്പോഴും സജിയെ തന്റെ മാത്യുവിന്റെ മകനല്ല സജി എന്ന രീതിയിൽ കളിയാക്കിയിരുന്നു. അതാണ് ഈ ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സജി മൊഴി നൽകിയിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുള്ള അവസ്ഥയിൽ മാത്യുവിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ടും സജിക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം അല്ലെങ്കിൽ നാട്ടുകാരുടെ നിഗമനം. ആ രീതിയിലുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടും നടക്കും. കൃത്യമായും 2018 സഹോദരിയുടെ മകളെ കാണുന്നതിനായാണ് മകളുടെ ചികിത്സ ആവശ്യത്തിനായി പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷേ അതിനുശേഷം തിരികെ ഇയാളെക്കുറിച്ച് യാതൊരു വിവരങ്ങളും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സജിയുടെ സഹോദരന്റെയും അമ്മയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയിൽ പിതാവിന്റെ തന്റെ പിതൃത്വം സംബന്ധിച്ച് റെജി പലപ്പോഴായി ഉണ്ടാക്കിയിരിക്കുന്ന കളിയാക്കലുകൾ ആണ് ഇതിന് പ്രധാന കാരണമായി സജി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ, അതായത് മാത്യുവിന്റെ തിരോധനത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതോടൊപ്പം ഈ വർഷങ്ങൾക്ക് മുൻപാണ് 2 യുവതികളെ, ഇവരുടെ ബന്ധുവായ 2 യുവതികളെ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ചില വിവരങ്ങളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അന്ന് ആ കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തതാണ്, മറ്റൊരു പ്രതിയെ പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിലും സജിക്ക് പങ്കുണ്ടെന്ന് എങ്ങനെയാണ് പോലീസ് സംശയം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ? ടോം, 2 ബന്ധുക്കളായ 2 സ്ത്രീകളെ സജി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള സൂചനകളാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. മുൻപ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാവുകയും അത് മറ്റൊരാളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീങ്ങുകയും അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ തുടർ അന്വേഷണങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ നാട്ടുകാരും ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് സജിയിലേക്ക് തന്നെയാണ്, സജിയാണ് ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് കരുതുന്നത്. കൃത്യമായ വിവരങ്ങൾ പോലീസിലേക്ക് ആളുകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിൽ അന്വേഷണവും നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലും കൃത്യമായ തെളിവ് ശേഖരിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ 2 ലൈംഗികമായി 2 സ്ത്രീകളെ ചൂഷണം ചെയ്തൊരു കേസ് സംഭവങ്ങളിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കേസായി ഇത് രജിസ്റ്റർ ചെയ്ത് പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അങ്ങനെ ആ കേസിൽ കൂടുതൽ അന്വേഷണം, കൃത്യമായ തെളിവുകൾ, കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി കൂടുതലായി വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് അങ്ങനെ മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്തായിരിക്കും ഈ തുടർ അന്വേഷണം നടത്തുക. അതോടൊപ്പം തന്നെ മാത്യുവിന്റെ തിരോധാനത്തിലും 2018 നടന്ന സംഭവമാണ്. 8 വർഷത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതും മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് അങ്ങനെ മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അതിനനുസരിച്ചായിരിക്കും അന്വേഷണം നടത്തുക. കേട്ടോ, യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജിക്ക് മറ്റു ചില കേസുകളിലും പങ്കുണ്ട്. ഇയാളുടെ അച്ഛൻ്റെ തിരോധാനം, മാത്യുവിൻ്റെ തിരോധാനം 8 വർഷം മുൻപ് നടന്നതാണ്. അതൊരു കൊലപാതകമാകാം എന്നൊരു സൂചനകൾ വരുന്നു. അതോടൊപ്പം വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ബന്ധുവായ 2 യുവതികളെ സജി ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളുമുണ്ട്. സജിയെ 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഈ ഇരട്ടക്കൊലപാതക കേസിനൊപ്പം തന്നെ മറ്റ് 3 കേസുകളിലും ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം.
പത്തനംതിട്ട റാന്നി രഞ്ജിത കൊലക്കേസിൽ പ്രതി കുറ്റക്കാരൻ. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന പ്രതി അതുൽ സത്യൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ വൈരാഗ്യത്തിലായിരുന്നു 2023 ജൂൺ 24 ആരും കൊല നടന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇത് 2023 കോളിളക്കം ഉണ്ടാക്കിയൊരു കേസാണ്. 3 വർഷം തികയും മുൻപ് കേസിൽ വിധി വരുന്നു. എന്താണ് കോടതിയുടെ കണ്ടെത്തലുകൾ? പത്തനംതിട്ട റാന്നി കീക്കുഴൂർ രഞ്ജിത കൊലക്കേസിലാണ് ഇപ്പോൾ കോടതി അല്പസമയത്തിന് 3 മണിക്ക് ശേഷം എന്തായാലും ഇത് സംബന്ധിച്ച് വിധി പറയും. എന്തായാലും പ്രതി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ യുവതി, അതായത് രഞ്ജിതയോടൊപ്പം താമസിച്ചിരുന്ന അതുൽ സത്യനാണ് കുറ്റക്കാരനെന്ന് കോടതി, പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. 2023 ജൂൺ 24 രാത്രിയാണ് ഇത്തരത്തിൽ ഒരു കൊലക്കേസ് നടക്കുന്നത്. ഈ വീട്ടിലെത്തിയ അതായത് അതുൽ നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തെ നിരന്തരം മർദ്ദിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസുമായി നടന്ന അന്വേഷണവും മറ്റു കാര്യങ്ങളുമാണ് വൈരാഗ്യമായി തോന്നാനും പിന്നീട് രഞ്ജിത്തെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയത്. വീട്ടിൽ ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിലാണ് അതിലെത്തിയ ശേഷം രഞ്ജിത അനിയത്തെയാണ് ആദ്യം പരിക്കേൽക്കുന്നത്. പിന്നീട് മാതാപിതാക്കളെയും രണ്ടുപേരും തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും രഞ്ജിത്ത് ഈ അതുല് വെട്ടി പരിക്കേൽപ്പിച്ചു. തുടർന്നാണ് രഞ്ജിതയെ ക്രൂരമായ രീതിയിൽ മക്കളുടെ മുന്നിലിട്ട് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്ത്. അതിനുശേഷം പ്രതി രക്ഷപ്പെടുന്നെങ്കിലും പിന്നീട് റാന്നി പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. നിരവധി തവണ ഈ രഞ്ജിതയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ റാന്നി പോലീസ് അന്ന് പരാതി നൽകിയെങ്കിലും അതൊന്നും പരിഹരിക്കാനോ അത് നടപടി സ്വീകരിക്കാനോ ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ളതാണ് ഇത് നമുക്ക് അന്ന് തന്നെ വ്യക്തമായിട്ടുള്ളത്. അതേസമയം ഈ രഞ്ജിത ആദ്യ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള രഞ്ജിതയുടെ ഒപ്പമാണ് പിന്നീട് ഈ അതുൽ താമസിച്ചിരുന്നത്. സുഹൃത്താണെന്നാണ് പറഞ്ഞത്. ഒപ്പം താമസിക്കുന്ന വിവാദമാണ്. ആ ദീർഘകാലം രണ്ടുപേരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ അതുൽ സത്യൻ വലിയ രീതിയിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കുകയും ഈ രഞ്ജിതയെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിലാണ് ഒരു പരാതി വീട്ടുകാർ റാന്നി പോലീസിൽ നൽകിയത്. പക്ഷെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ അതുലിനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് രാത്രിയിലെത്തി ഇത്തരം ഒരു അരുങ്കൊല നടത്തിയത്. എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 3 മണിക്ക് ശേഷം പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിക്കും. നേരത്തെയും പല കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് അതില്. ഒപ്പം ഈ കഞ്ചാവ് കേസിലടക്കമുള്ള കഞ്ചാവ് വിൽപ്പന, ലഹരി കടത്തലുള്ള കാര്യങ്ങളിലും ഈ പ്രതി അതിൽ അത്തരത്തിൽ ഒരു പ്രതിയായ വ്യക്തി കൂടിയാണ് അതില്. അതുകൊണ്ട് തന്നെ എന്തായാലും അല്പസമയത്തിനകത്ത് ഇതിനകം വെച്ചൊരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ കോടതി വിധിക്കും. ടോം, തീർച്ചയായും ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം നിഷ്ഠൂരമായ കൊലപാതകം. ഈ പ്രതിക്ക് ഏത് രീതിയിൽ ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? ടോം, എന്തായാലും പ്രോസിക്യൂഷൻ കൃത്യമായി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലെല്ലാം ആണ് കോടതിയിൽ വാദിച്ചത്. എന്തായാലും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കാൻ അത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് ചെയ്തിട്ടുള്ളത്. കാരണം 2 കുട്ടികളുടെ മുന്നിൽ വെച്ച് രാത്രിയിൽ വെട്ടുകത്തി വെച്ച് ഉപയോഗിച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് പ്രതി ചെയ്തത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി വാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പ്രോസിക്യൂഷനുണ്ട്. തെളിവുകളും അത്ര തന്നെയാണ് ഹാജരാക്കിയിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. ഇന്ന് രാവിലെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകുമെന്നാണ്, 3 മണിക്ക് ശേഷം വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 പെൺകുട്ടികളുടെ കൺമുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ പ്രതി ഈ രഞ്ജിതയെ ക്രൂരമായി കൊണ്ട് വെട്ടിക്കൊലപ്പെടുന്നത്. ഇത് തടയാനെത്തിയ രഞ്ജിതയുടെ അനിയത്തിയെയും അതുപോലെ തന്നെ രഞ്ജിതയുടെ മാതാവും പിതാവും അച്ഛനും അമ്മയും ഈ ക്രൂരമായി വെട്ടിപ്പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ 3 പേരും അന്ന് ചികിത്സയിലൊക്കെയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രഞ്ജിത മരണപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് കൃത്യമായ അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന് കുടുംബവും പ്രതീക്ഷിക്കുന്നുണ്ട്. ടോം, ഈ വിധി കേൾക്കാൻ ഈ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ ആരെങ്കിലും കോടതിയിൽ എത്തിയിട്ടുണ്ടോ? ടോം, അവര് കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അർഹമായ ഒരു ശിക്ഷ
അല്ലെങ്കിൽ പ്രതിക്ക് ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കേസ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഒരുപക്ഷെ അത്തരത്തിൽ തന്നെ ഒരു ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്ന കാപ്പ കേസിലെ പ്രതിയാണ്. കഞ്ചാവ് ഉൾപ്പെടെ ലഹരി മരുന്ന് വിൽപ്പന നടന്ന ഒരു പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഈ രഞ്ജിതയെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് അർഹമായ ശിക്ഷ, അതായത് വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് വീട്ടുകാർ പറയുന്നു. അത്തരത്തിൽ പ്രോസിക്യൂഷൻ അത്ര കാര്യങ്ങൾ തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പോലീസും കൃത്യമായ സാക്ഷിമൊഴികളും ഒക്കെ ഈ കേസിന് അനുകൂലമായി തന്നെ ഉണ്ട്. ഇനി ശിക്ഷ എന്താണെന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. നിലവിൽ ഈ കഞ്ചാവ് കേസിന് അപ്പുറത്തേക്ക് ഈ നിരന്തരം ഈ രഞ്ജിതയെ മർദ്ദിക്കുന്ന രീതിയാണ് ഇയാൾക്കുള്ളത്. ഈ കൊലപ്പെടുത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ രഞ്ജിതയുടെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം മൊബൈൽ കൂടി വീഡിയോ കോൾ ചെയ്ത് അനിയത്തിയെ, നിന്റെ സഹോദരിയെ ഞാൻ കൊലപ്പെടുത്തുമെന്ന് കൂടിയൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം വിവാദമാവുകയും ഇതെല്ലാം ശശിനാരായണൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കേസിൽ അതിവേഗത്തിൽ വിധി പറഞ്ഞു എന്നതാണ്. അതായത് സംഭവം സാധാരണ ഈ പോക്സോ കേസുകളിലാണ് 1 വർഷത്തിനുള്ളിലൊക്കെ വിധി വരാറുള്ളത്. ഇത് കൊലപാതക കേസുകളിൽ നാളുകളോളം വിചാരണയും മറ്റു നടപടികളൊക്കെ നീണ്ടുപോകാറുണ്ട്. ഇത് അതിവേഗത്തിൽ, അതായത് 3 വർഷം തികയും മുൻപ് തന്നെ കേസിൽ വിധി വരുന്നു. പ്രത്യേകിച്ചും ഇവിടെ ഈ അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെയൊക്കെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരുന്നു അന്വേഷണം, അതോടൊപ്പം മറ്റ് നടപടികൾ, വിചാരണ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിലുണ്ട്. പോലീസ് കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ശേഖരിച്ചു. അത് കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ അത് ശേഖരിക്കുകയും പ്രതിക്ക് എതിരായി തന്നെ കൃത്യമായുള്ള എവിഡൻസ്, തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം. സാക്ഷിമൊഴികളും അത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ, അർഹമായ ഒരു ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കും എന്ന് കുടുംബം പ്രത്യാശിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ തരത്തിലേക്ക് ഒരു ശിക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതനുസരിച്ചുള്ള വാദമാണ് രാവിലെ നടന്നത്. അതുകൊണ്ട് തന്നെ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അർഹമായ ശിക്ഷ പ്രതിക്ക് ലഭിക്കും എന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ കേസന്വേഷണം ആദ്യഘട്ടം മുതൽ കൃത്യമായ രീതിയിലാണ് ഈ അന്വേഷണം നടന്നത്. കാരണം പരമാവധി തെളിവുകൾ, സാക്ഷിമൊഴികൾ തന്നെയല്ല, അമ്മയുടെ ഈ രഞ്ജിത സഹോദരി, ഒപ്പം അച്ഛൻ, ഈ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ഈ കേസിൽ ദൃക്സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹമായ ഒരു ശിക്ഷ എന്തായാലും ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നീതി ലഭിക്കും എന്നും ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചുള്ള വിധി ഉണ്ടാകുമെന്നാണ് അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3 മണിക്ക് ശേഷം കോടതി ശിക്ഷ വിധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷമായിരിക്കും നമുക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അത്തരത്തിൽ ബന്ധുക്കളൊപ്പം നാട്ടുകാരും ഇത്തരത്തിൽ ഈ പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. കാരണം നിരവധി കേസുകളിൽ പ്രതിയാണ് അതും കാപ്പ കേസടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ലഹരി മരുന്ന് കടത്തടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ള ഒട്ടനവധി കേസുകൾ, അടിപിടി കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയാണ് അതുകൊണ്ട് തന്നെ അർഹമായൊരു ശിക്ഷ ലഭിക്കണമെന്ന് നാട്ടുകാരും ആഗ്രഹിക്കുന്നു. അത്തരത്തിലേക്ക് വിധി വരുമെന്നാണ് വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട റാന്നി രഞ്ജിത കൊലക്കേസിലാണ് പ്രതി കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം കോടതി വിധിക്കും. ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ? ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഉടൻ തന്നെ ഉണ്ടാകും. അതിനിടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര നിരീക്ഷകർ രാത്രിയോടെ തലസ്ഥാനത്തെത്തും. നാളെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് മുൻപ് 63 കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് നിരീക്ഷകർ ചോദിച്ചറിയും. അജയ് മാക്കാൻ, മുകുൾ വാസ്നിക് തുടങ്ങിയവരാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസ് UDF ചരിത്ര വിജയം നേടി, പക്ഷേ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നു. വി.ഡി. സതീശൻ ആകണമെന്നൊരു പൊതുവികാരമുണ്ട്. ജനങ്ങളിടയിലൊക്കെ നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു വികാരമാണുള്ളത്. വി.ഡി. ആണ് കോൺഗ്രസിനെ ഇത്ര ഒരു തിളക്കമുള്ള വിജയത്തിലേക്ക് നയിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുമ്പോഴും, പക്ഷേ ഈ നിയമസഭാ കക്ഷിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ MLA-മാരുടെ ഒരു കണക്കെടുക്കുമ്പോൾ വി.ഡി. സതീശന് പിന്തുണ കുറവാണ്. ഇത് പൊതുവായി കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് ഒരു പാർലമെൻ്ററി പാർട്ടിയിൽ ആർക്കാണോ മേൽക്കൈ ഉള്ളത് അവരാകാം
മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷേ ഇത്തവണ ആ രീതിയിലായിരിക്കുമോ നടപടികൾ? അതോ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുത്തപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര നിരീക്ഷകർ എത്തുന്നു, എല്ലാ MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടുന്നു, ഒടുവിലാണ് VD സതീശനെ പ്രഖ്യാപിക്കുന്നത്. അതിനിടെ പക്ഷേ VD സതീശൻ ഒരു പ്രത്യക്ഷത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, ഡൽഹിയിലേക്ക് പോയിട്ടില്ല. രമേശ് ചെന്നിത്തല പക്ഷേ സമാന്തരമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കും എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം KC വേണുഗോപാൽ അത്തരമൊരു താല്പര്യവുമായി നിൽക്കുന്നുമുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം? വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയാത്തത്ര സങ്കീർണമാണ് നിലവിൽ ഈ സാഹചര്യം. കാരണം പൊതുവിൽ ഉയരുന്ന വികാരവും MLA-മാരുടെ പിന്തുണയും രണ്ട് തരങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർണമായ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് നേതൃത്വത്തിന് മുമ്പിൽ. എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അജയ് മാക്കാനും മുകുൾ വാസ്നിക്കും ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് വെച്ചാണ് 63 കോൺഗ്രസ് MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അതിനു മുന്നോടിയായി അനൗദ്യോഗികമായി എല്ലാ MLA-മാരോടും ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്താനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകി കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടെ ഭൂരിപക്ഷം MLA-മാരും ഇവിടെ എത്തും. ശേഷിക്കുന്നവർ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. അങ്ങനെ ഈ 63 പേരിൽ നിന്ന് വ്യക്തിപരമായി അവരുടെ അഭിപ്രായം എന്താണ്, ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യം വിശദമായി ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക, ഈ പ്രതിനിധികൾ കടക്കുക. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ കൂടി അവർ പങ്കെടുത്തതിന് ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് മടങ്ങുക. അതിന് മുന്നോടിയായി ഒരുപക്ഷെ ഘടകകക്ഷി നേതാക്കളുമായും അതോടൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും മുൻ KPCC അധ്യക്ഷന്മാരുമായി എല്ലാം അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അവർ അറിയിക്കും. പിന്നീട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയതിനു ശേഷമായിരിക്കും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കുക. അവിടെ വെച്ച് കോൺഗ്രസിൻ്റെ ഈ വലിയ വിജയത്തിൽ നേതൃത്വത്തിൻ്റെ വിശദമായ വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷം സോണിയാഗാന്ധി എടുക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായി മാറുകയെന്ന സൂചനകളാണിപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ പുറത്തു വരുന്നത്. 3 പേരും തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയിലാണ് നിലവിൽ. കാരണം അത്തരത്തിലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. VD സതീശനെ അനുകൂലിക്കുന്നവർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. KC വേണുഗോപാലിനെ അനുഭാവികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വിഭാഗവും കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ചെന്നിത്തല ഇല്ലാതിരുന്നിട്ട് പോലും മുഖ്യധാരയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് 2011 വിവാദങ്ങൾ നമുക്കറിയാം. അന്ന് അവസാന സമയത്താണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. അന്നു മുതൽ തനിക്ക് തടയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവസാന 2 വർഷം തന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് പരസ്യമായി അത് നടക്കാതെ പോയിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും കടക്കാതിരുന്നത് പാർട്ടിയോടുള്ള ഒരു ബഹുമാനം കാരണമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് MLA-മാരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ 2021 ഉണ്ടായിട്ടും തന്നെ മാറ്റിയത് നേരത്തെ അറിയിക്കാതെയാണ്. അങ്ങനെ നീതിപൂർവമായ ഒരു ഇടപെടലല്ല അന്നുണ്ടായത്. അന്നും പരിഭവം പരസ്യമാക്കിയില്ല. അതുകൊണ്ട് ഇത്തവണ തനിക്ക് ഡിസർവിംഗ് ആണ് ഈ പദവി. അതുകൊണ്ട് ആ പദവിയിലേക്ക് തന്നെ നിയോഗിക്കണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുമ്പോട്ട് വെക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലെത്തി മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം രാവിലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട്. എന്തായാലും 2 ദിവസത്തിനകം ഈ കാര്യത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും ഡാൻ, അവിടെ എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളടക്കം അല്ലെങ്കിൽ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് VD സതീശന് അനുകൂലമായിട്ടുള്ളൊരു വികാരമുണ്ട്. അതായത് മറ്റ് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും പാർട്ടി തകർന്നടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ നിന്നും ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച വിജയം നേടുന്നു. 101 അല്ലെങ്കിൽ 100-ലധികം സീറ്റ് നേടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പരസ്യമായി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു VD സതീശൻ്റെ ജൈത്രയാത്ര. ഒടുവിൽ 100 കടന്ന് 102 സീറ്റ്.
അവിടെ മറുവശത്ത് പലരും ചൂണ്ടിക്കാണിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള ഘടകമായി ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം നേതൃത്വം നൽകിയ 2021 തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നു. പക്ഷേ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ രണ്ടു പേരും അപ്പുറം KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം അദ്ദേഹം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചു. അതായത് മറ്റു വിമതശല്യമുണ്ടായില്ല, മറ്റ് എല്ലാ സമുദായ ശക്തികളെയും ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി എന്ന രീതിയിലാണ് KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഇതിൽ എന്തൊക്കെയായിരിക്കും പരിഗണിക്കുക? ഈ MLA മാരുടെ അഭിപ്രായം, അതോടൊപ്പം MP മാരുടെ അഭിപ്രായമൊക്കെ വ്യക്തിപരമായി അവരെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഘടകമാകുമോ, അതോ ജനവികാരം കണക്കിലെടുത്തായിരിക്കുമോ ഒരു തീരുമാനമെടുക്കുക? സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകുക. അതിന് പാർട്ടിക്ക് പാർട്ടിയുടേതായ ചിട്ടവട്ടങ്ങളുണ്ടെന്ന് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും KPCC അധ്യക്ഷനുമൊക്കെ മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നത് തന്നെ ഒരു സൂചനയാണ്. അതിനെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് ഈ 3 പേരും മുമ്പോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൃത്യമായ ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 പേർക്കും 3 പേരെയും തള്ളിക്കളയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതായത് 2021 നമുക്കറിയാം, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, അതായത് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുമ്പോൾ, UDFന് നേതൃത്വം നൽകുമ്പോൾ, UDFിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 മന്ത്രിമാരാണ് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന്. അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച പല ആരോപണങ്ങളും അത് വലിയ തരത്തിൽ സർക്കാരിനെതിരെ വലിയ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ചർച്ചയായി മാറുകയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയുമൊക്കെ ചെയ്തു. പക്ഷേ അന്ന് അസാധാരണമായ ഒരു മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. അവിടെ ഈ അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ കരുതുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതോടെ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയൊരു അംഗീകാരമായി, കടപ്പാടായി അന്നത്തെ വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം മാറുകയും അങ്ങനെ തുടർഭരണം സാധ്യമാകുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം നടന്ന MLA മാരുടെ കണക്കെടുപ്പിൽ, അതായത് കഴിഞ്ഞ 2021 സമാനമായ തരത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് MLA മാരുടെ കണക്കെടുത്തപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പിന്തുണച്ചത്. പക്ഷേ പിന്നീട് ഡൽഹിയിലേക്ക് ചർച്ചകൾ എത്തിയപ്പോഴാണ് അവിടെ കാര്യങ്ങൾ മാറി മറിയുന്നത്. അങ്ങനെയാണ് ഒരു വൈബ്രൻ്റായ, അതായത് പിണറായി വിജയനെ നേരിടാൻ ഒരു വൈബ്രൻ്റായ ചലനാത്മകമായ നിലപാടെടുക്കുന്ന ഒരു മുഖം വരട്ടെ, ഒരു ചെറിയ മാറ്റം ഉണ്ടാകട്ടെ, അങ്ങനെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ്റെ പേര് ഉയർന്നു വരുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നടത്തിയ ഇടപെടലുകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയം നമുക്കറിയാം. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനുശേഷം 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് VD സതീശൻ നടത്തിയ പ്രതികരണങ്ങൾ, അത് രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ചലനങ്ങൾ, അതൊന്നും നമുക്ക് കാണാതിരുന്നുകൂടാ. അങ്ങനെയാണ് VD സതീശന് തന്നെ അവകാശപ്പെട്ടതാണ് മുഖ്യമന്ത്രി പദമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഈ തരത്തിൽ, അതായത് KC വേണുഗോപാൽ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ ഏത് വിധേനയും ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ, കേന്ദ്ര സംഘത്തെ പലപ്പോഴായി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം, ജയസാധ്യത ആർക്കാണ് കൂടുതൽ, ഏത് വിഷയങ്ങൾ പ്രചാരണത്തിലായി കൊണ്ടുവരണം, അതോടൊപ്പം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന കോൺഗ്രസിൻ്റെ അഭിമാന പദ്ധതികൾ, 5 പദ്ധതികൾ ഇങ്ങനെ ആവിഷ്കരിച്ച് സംസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് KC വേണുഗോപാലാണ് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ അവകാശവാദം. അതോടൊപ്പം ഇത്തവണ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്കും 1 രൂപ പോലും കടമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരമൊരുക്കിയത്, സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഓരോ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയത് KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് വിമതശല്യം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്, MLA മാരുടെ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ ജനവികാരം കൂടി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലാതെ ഇത്രയധികം തിളക്കമാർന്ന വിജയം UDFന് ജനങ്ങൾ നൽകിയതാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് കാര്യം ഈ നേതാക്കൾ മറക്കരുത്. ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത്. കാരണം ഒരുപക്ഷെ MP മാർ മത്സരിക്കേണ്ടതില്ല
എന്നൊരു തീരുമാനമെടുത്തത് തന്നെ ഹൈക്കമാൻഡായിരുന്നു. ഇവിടെ നിരവധി കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അതായത് പാർട്ടിയെ നയിച്ചവർ, ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖമായിരുന്നവർ. അവരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കെ സി വേണുഗോപാലിനെ പോലുള്ളവരെ രംഗത്തിറക്കുമ്പോൾ അതൊരു പക്ഷേ ജനവികാരം എതിരാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റു തലങ്ങളിൽ നടക്കുന്നുണ്ട്. കെ സി വേണുഗോപാൽ കഴിവുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ദേശീയ തലത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആവശ്യമല്ലേ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.